നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ജെൻ സി കുട്ടികളിൽ രാഹുൽ ഗാന്ധി വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. വളർന്നു വരുന്ന ഇന്ത്യയുടെ ഭാവി തലമുറയാണ് ജെൻ സി കുട്ടികൾ. അവരെല്ലാവരും ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന നേതാവാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്തിന് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് മോദിയെ പോലെയുള്ള ഒരു കപട നാടകക്കാരനെ ജെൻ സി കുട്ടികൾ പരിപൂർണമായി തിരസ്കരിക്കുന്നു എന്നുള്ളത്. സർദാർ പട്ടേലിന്റെ 150ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ എത്തിയ ഇന്ത്യയിലെ ജൻസി കുട്ടികൾ രാഹുൽ ഗാന്ധിയെ വരവേറ്റത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് അവലോകനം ചെയ്യാം. എന്നെ കാണുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുറേയേറെ കുട്ടികളാണ് ഇന്ത്യയുടെ അയൺമാൻ എന്നറിയപ്പെടുന്ന സർദാർ പട്ടേലിന്റെ 150ാം ജന്മദിനത്തോടനുബന്ധിച്ച് പാർലമെന്റ് മന്ദിരത്തിൽ എത്തിയത്. അവരുമായി കൂടിക്കാഴ്ച നടത്താൻ എത്തുന്ന രാഹുൽ ഗാന്ധിയെ അവർ വരവേൽക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുകൊള്ളൂ. ഇവിടെ സർദാർ പട്ടേലിന്റെ ചിത്രത്തിന് മുൻപിൽ പ്രാർത്ഥിച്ച ശേഷം കുട്ടികളിരിക്കുന്ന ഹാളിലേക്ക് രാഹുൽ ഗാന്ധി പ്രവേശിക്കുകയാണ്. എല്ലാവരും നിറഞ്ഞ ചിരിയോടെ എഴുന്നേറ്റ് നിന്ന് ആർപ്പ് വിളിക്കുകയാണ്. രാഹുൽ ഗാന്ധി ആ ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിറഞ്ഞ കൈയടികളോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഈ ജൻസി കുട്ടികൾ അദ്ദേഹത്തിന് ഹസ്തദാനം നൽകാൻ മത്സരിക്കുകയാണ്. അവരുടെ ആവേശവും പ്രതീക്ഷയും രാഹുൽ ഗാന്ധി മാത്രമാണ് എന്ന് വ്യക്തമായി തെളിയിക്കുന്നതാണ് ഈ രംഗങ്ങൾ. ഇവിടെ ഈ കുട്ടികളോട് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ ആ രണ്ടാമത് നിൽക്കുന്ന പെൺകുട്ടി പറയുന്നത് ശ്രദ്ധിച്ചോ? യു ആർ മൈ ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ. താങ്കളാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്ന്. പിന്നീട് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ് ഭാവിയിൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ രണ്ടാമത് നിൽക്കുന്ന പെൺകുട്ടി പറയുന്നത് ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. ആദ്യം നിൽക്കുന്ന പെൺകുട്ടിയാകട്ടെ ജഡ്ജ് ആകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. What music? Classical, Indian classical. I'm very happy to hear this. Artists, musicians, I'm proud of you guys. അതിനുശേഷം അവരുടെ ഇടയിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയെ വലിയ ആരവത്തോടെയാണ് അവർ വരവേൽക്കുന്നത്. നിറഞ്ഞ കൈയടികളും നിർത്താത്ത ആർപ്പുവിളികളും നമുക്ക് വ്യക്തമായി കേൾക്കാം. എല്ലാ കുട്ടികളുടെ മുഖത്തും നിറഞ്ഞ സന്തോഷമാണ്, പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദമാണ്. ഇതുപോലെ ഒരു നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചതിൽ. വിവേകമില്ലാത്ത മന്ദഭക്തർ അനവധിയുള്ള ഈ രാജ്യത്ത് ജൻസി കുട്ടികൾക്ക് വളരെയേറെ വിവേകം വെച്ചിരിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അവിടെ ചുറ്റിലും ഇരിക്കുന്ന വിദ്യാർത്ഥികളും അദ്ദേഹത്തിന് ഹസ്തദാനം നൽകാൻ മത്സരിക്കുകയാണ്. ഓരോരുത്തരും പഠിത്തത്തിന് പുറമെ എന്താണ് ചെയ്യുന്നത് എന്ന് രാഹുൽ ഗാന്ധി അവരോട് ചോദിക്കുകയാണ്. ഒരു കുട്ടി പറയുന്നു താൻ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ടെന്ന്. രാഹുൽ ഗാന്ധി അവരോട് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. ആർട്ടിസ്റ്റ്, മ്യൂസീഷ്യൻ, അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിങ്ങളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു നവ്പ്രീത്. ഓൾ ദി ബെസ്റ്റ് ഫോർ എ ഗ്രേറ്റ് 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 ഫ്യൂച്ചർ. ഓക്കേ. ഇവിടെ ആ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അവർക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ് അദ്ദേഹം. ഇവരുടെ ഈ സ്നേഹപ്രകടനങ്ങൾ എത്ര കലർപ്പില്ലാത്തതാണ്, എത്ര ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണ് എന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. ഒരു യഥാർത്ഥ ജനനേതാവിനെ കണ്ടതിൻ്റെ വലിയ സന്തോഷമാണ് അവർക്ക്. നരേന്ദ്രമോദി എന്ന പരിപൂർണ ഫേക്ക് ആളിനെ കണ്ടുമടുത്ത ഇന്ത്യയിലെ കുട്ടികൾക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു പുതുമഴ പോലെയാണ്, തളിരിളം പൂവ് പോലെയാണ്. രാജ്യത്തിന് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഇവർ ആവേശത്തോടെ വരവേൽക്കുന്ന ഈ രംഗങ്ങൾ. ഇന്ത്യയിലെ കുട്ടികൾക്കെല്ലാം യാഥാർത്ഥ്യം വ്യക്തമായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ മനസ്സിലാവുന്നത് ജെൻ സി കുട്ടികൾക്കാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇവർക്ക് വോട്ടവകാശം ലഭിക്കും. അപ്പോൾ ഇവർ ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്ന് ഇന്ത്യയിലെ വളർന്നു വരുന്ന ജൻസിയുടെ പ്രതീക്ഷ ആരാണ് എന്ന് ഇവർ തന്നെ വ്യക്തമായി കാണിച്ചു തരികയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?